എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് +1 ഇംപ്രൂവ്മെന്റ് എക്സാമിന് പരീക്ഷയ്ക്ക് തോറ്റവരോ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞവരോ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ ആ തോറ്റ വിഷയത്തിൽ ഇനി മാർക്ക് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് എങ്ങനെ നമുക്ക് റീവാലുവേഷൻ അഥവാ പുനർമൂല്യനിർണയം, അതുപോലെ തന്നെ സ്ക്രൂട്ടിനി അഥവാ സൂക്ഷ്മ പരിശോധന, അതുപോലെ ഫോട്ടോ കോപ്പി തുടങ്ങിയുള്ള കാര്യങ്ങൾക്കൊക്കെ അപേക്ഷ കൊടുക്കാവുന്നതാണ്. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറയാൻ പോകുന്നത്. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാണെന്നും അതുപോലെ അതിന് എത്ര രൂപയാണ് നമ്മൾ ഓരോ പേപ്പറിനും ഫീ ആയിട്ട് അടക്കേണ്ടത്, അത് എവിടെയാണ് കൊണ്ടുപോയി കൊടുക്കേണ്ടത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോ നമുക്ക് തുടരാം. അപ്പോ ഇംപ്രൂവ്മെന്റ് +1 എക്സാമിന്റെ റിസൾട്ട് ഈ അടുത്ത ദിവസമാണ് വന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് +1 ഒരുപാട് കുട്ടികൾ ഇംപ്രൂവ്മെന്റില് വീണ്ടും പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അതായത് പ്രതീക്ഷിച്ച രീതിയിൽ മാർക്ക് എത്തിപ്പിടിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. അപ്പൊ ആ മാർക്ക് കിട്ടാത്തത് എന്തുകൊണ്ടാണ്? അതായത് കുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൊണ്ടാണോ, അഥവാ പേപ്പർ വാല്യൂ ചെയ്തെടുത്ത് എന്തെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഉണ്ടായിട്ടാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. കുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൊണ്ടാണെങ്കിൽ തീർച്ചയായും നമുക്കറിയാം പിന്നീട് അതിന് മേൽ ഒരു പുനർമൂല്യനിർണയമോ സൂക്ഷ്മ പരിശോധനയോ ഫോട്ടോ കോപ്പി ആവശ്യപ്പെടുകയോ അങ്ങനെ ചെയ്തുകൊണ്ട് വെറുതെ നമ്മൾ ക്യാഷ് കളയേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ഓക്കെ, പക്ഷെ ചില രക്ഷിതാക്കൾക്ക് അവരൊരു ധൈര്യത്തിന് വേണ്ടി വീണ്ടും ഒരിക്കൽ കൂടി ഒന്ന് ചെയ്തു നോക്കും. ഓക്കെ, പക്ഷെ കുട്ടിയോട് ഇത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും ഉചിതം. കാരണം കുട്ടിക്ക് ഇത് എത്രത്തോളം മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നും കുട്ടി എത്രത്തോളം ഇതിൽ എഴുതിയിട്ടുണ്ട് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ കുട്ടിക്കാണ് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടിയുടെ വാക്കിന് വലിയൊരു വില ഇവിടെ നമ്മൾ കൽപ്പിക്കേണ്ടതുണ്ട്. കുട്ടി പറയാണ്, ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, ഞാൻ പ്രതീക്ഷിച്ച മാർക്ക് എനിക്ക് ഇവിടെ ഇംപ്രൂവ് ആയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ തോൽക്കേണ്ട ആളല്ല, ഞാൻ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ ജയിക്കും എന്നൊക്കെ ഉറപ്പിച്ചു പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീവാലുവേഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യണം എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഈ കുട്ടിയുടെ റിസൾട്ട് വന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു മാർക്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാകും. സൈറ്റിൽ നിന്ന് ഒരു മാർക്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ടാകും, ഒരു മാർക്ക് ഷീറ്റ്. ഓക്കെ, അതായത് ഇംപ്രൂവ്മെന്റ് എത്ര മാർക്ക് കിട്ടി എന്നതിനെ കാണിക്കുന്ന ആ മാർക്ക് ഷീറ്റിന്റെ കോപ്പി നമ്മുടെ കൈവശം വേണം എന്നുള്ളത് നിർബന്ധമാണ്. അതുപോലെ തന്നെ കുട്ടി പരീക്ഷ എഴുതിയ ഹാൾ ടിക്കറ്റ് കൈവശമുണ്ടെങ്കിൽ അതിന്റെ ഒരു കോപ്പിയും കയ്യിലെടുക്കുക. ഓക്കെ, ഇനി ഇത് ഇപ്പോ ഈ വർഷം +2 എഴുതിയ +1 ഇംപ്രൂവ്മെന്റ് ചെയ്ത +1 ഇംപ്രൂവ്മെന്റ് ചെയ്ത കുട്ടികളുടെ കാര്യമാണ്. ഇതുപോലെ തന്നെ നമ്മൾ മുൻകാലങ്ങളിൽ അതായത് 2024 വരെ +2 പരീക്ഷ എഴുതി തോറ്റിട്ട് വീണ്ടും +1 ഇംപ്രൂവ്മെന്റ് ചെയ്ത ആളുകൾ ഉണ്ടാവും. അതായത് +1 വീണ്ടും എഴുതിയ ആളുകൾ ഉണ്ടാവും, കുട്ടികൾ ഉണ്ടാവും. ആ കുട്ടികൾക്ക് അവർ ഈ റീവാലുവേഷനോ മറ്റു കാര്യങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മുൻകാലത്തെ അതായത് മുൻ വർഷങ്ങളിലെ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി കയ്യിൽ വെക്കുക. അതുപോലെ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി കയ്യിൽ വെക്കുക. അതുപോലെ ഹാൾ ടിക്കറ്റിന്റെ കോപ്പി കയ്യിൽ വെക്കുക. ഓക്കെ, ഇത് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് എവിടെയാണ്? നിങ്ങൾ ഏത് സ്കൂളിലാണോ പരീക്ഷ എഴുതിയത് ആ സ്കൂളിലാണ് നമ്മൾ ഈ അപേക്ഷ കൊണ്ടേ കൊടുക്കേണ്ടത്. ഓക്കെ, അവിടെ പ്രിൻസിപ്പൾക്ക് നേരിട്ട് സബ്മിറ്റ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഓരോ പേപ്പറിനും നമ്മൾ ഓരോ രീതിക്ക് അനുസരിച്ച് പേപ്പറിന്റെ വിലയിൽ വ്യത്യാസമുണ്ട്. അതായത് നിങ്ങൾ റീവാലുവേഷൻ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അപ്പൊ റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ പേപ്പർ നമ്മൾ ഫീ അടച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരിക്കൽ കൂടി എന്ത് ചെയ്യും? വാല്യൂ ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി നമ്മൾ നോക്കിത്തരും എന്നുള്ളതാണ്. ഓക്കെ, എല്ലാ ഭാഗങ്ങളും അതായത് നമ്മൾ ആൻസർ ചെയ്തിട്ടുള്ള എല്ലാ ഭാഗങ്ങളും ഒരിക്കൽ കൂടി നമുക്ക് നോക്കിത്തരും. അതായത് ഓൾറെഡി നോക്കിയ അധ്യാപകനല്ല, മറ്റൊരു അധ്യാപകനായിരിക്കും അത് നോക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, അപ്പൊ അതിന് ആ റീവാലുവേഷന് നമ്മൾ ഫീ വരുന്നത് 500 രൂപയാണ്. ഒരു പേപ്പറിന്റെ വാല്യൂ അല്ലെങ്കിൽ ചാർജ് എന്ന് പറയുന്നത് 500 രൂപയാണ്. ഓക്കെ, ഇനി നിങ്ങൾ റീവാലുവേഷൻ അല്ല സൂക്ഷ്മ പരിശോധനക്കാണ് കൊടുക്കുന്നതെങ്കിൽ, അതായത് മാർക്ക് ഇത് പോരാ, ഇതിൽ കുറച്ചുകൂടി മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ കൊടുത്ത മാർക്ക് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ മാർക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതൊന്നുകൂടി കൂട്ടി നോക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി ആഡ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫീ അടച്ചിട്ട് നമുക്കത് ചെയ്യിക്കാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ക്രൂട്ടിനി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൂക്ഷ്മ പരിശോധന എന്ന് പറയുന്നത്.
പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾക്ക് കിട്ടിയ മാർക്ക് നമ്മുടെ ആൻസർ ഷീറ്റിൽ ഒരിക്കൽ കൂടി എന്ത് ചെയ്യുക, കൂട്ടി നോക്കുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ അടയ്ക്കേണ്ട ഫീസ് 100 രൂപ മാത്രമാണ്. ഒരു പേപ്പറിന് 100 രൂപ മാത്രമാണ്. സ്ക്രൂട്ടിനിക്ക് നമ്മൾ 100 രൂപ മാത്രം അടച്ചാൽ മതി. കാരണം അത് ജസ്റ്റ് നമുക്ക് ആ ആൻസർ ഷീറ്റിൽ എഴുതി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് എത്രയാണെന്ന് ഒന്നുകൂടി ഓരോ ക്വസ്റ്റ്യന്റെ നേരെ നമുക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആൻസറിന്റെ നേരെ നമുക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് ഒരിക്കൽ കൂടി കൂട്ടി നോക്കൽ മാത്രമാണ്. ഓക്കെ, റിവാലുവേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മളുടെ ആൻസർ ഷീറ്റ് ആദ്യം മുതലേ വേറൊരു അധ്യാപകൻ, ഓൾറെഡി നോക്കിയ അധ്യാപകനല്ല, വാല്യൂ ചെയ്ത അധ്യാപകനല്ല, മറ്റൊരു അധ്യാപകനാണ് വീണ്ടും വാല്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനാണ് 500 രൂപ വാങ്ങുന്നത്. സ്ക്രൂട്ടിനിക്ക് ആണെങ്കിൽ 100 രൂപയാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊന്നാണ് ഫോട്ടോ കോപ്പി. അതായത് നമ്മൾ എഴുതിയ ആൻസർ ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോട്ടോ കോപ്പി ആവശ്യപ്പെടാം. നമ്മൾ എഴുതിയ ആൻസർ ഷീറ്റിന്റെ കോപ്പി വാങ്ങുകയാണ്. അതിന് 300 രൂപയാണ്. ഒരു പേപ്പറിന്റെ ചാർജ് 300 രൂപയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ പിന്നെ റീവാലുവേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഫോട്ടോ കോപ്പിക്ക് കൂടി അപ്ലൈ ചെയ്യണം. ഓക്കെ, റീവാലുവേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫോട്ടോ കോപ്പി കൂടി അപ്ലൈ ചെയ്താലാണ് നമുക്ക് നമ്മുടെ പേപ്പർ റീവാല്യൂ ചെയ്തു എന്നുള്ളത് അറിയുകയുള്ളൂ. മാത്രമല്ല അതിൽ എന്തെങ്കിലും പിന്നെ എന്താണ് മാർക്ക് കൂടിയോ കുറഞ്ഞോ, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി, എവിടെയാണ് നോക്കാത്തത്, പിന്നെ എന്താണ് ഞാൻ അത് എഴുതിയത്, ആ എഴുതിയതില് ആൻസർ തന്നെയാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് കൂടി ഒരിക്കൽ കൂടി വിലയിരുത്താൻ പറ്റുന്ന ഒരു അവസരം എന്ന് പറയുന്നത് ഫോട്ടോ കോപ്പി കൂടി ആവശ്യപ്പെടുമ്പോഴാണ്. അപ്പൊ റീവാലുവേഷൻ കൊടുത്താൽ മിക്കവാറും, ഞാനത് പിന്നെ നമ്മൾ ഫോട്ടോ കോപ്പി ആവശ്യപ്പെടണമെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, റീവാലുവേഷൻ കൊടുത്താൽ മിക്കവാറും നമ്മുടെ ആൻസർ, നമ്മുടെ റിസൾട്ട് എന്താ വരിക, സെയിം എന്ന റിസൾട്ടാ വരിക. എന്താ സെയിം എന്ന് പറഞ്ഞാല്, മുൻപ് നിങ്ങൾക്ക് അത് റിസൾട്ട് റീവാലുവേഷൻ നമ്മുടെ ഇംപ്രൂവ്മെന്റിന്റെ റിസൾട്ട് വന്നപ്പോ എന്താണോ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക്, ആ മാർക്ക് തന്നെയാണ് എന്ന് കാണിച്ചുകൊണ്ടായിരിക്കും റീവാലുവേഷൻ കൊടുത്താൽ നമുക്ക് മാർക്ക് കിട്ടുക. അതാണ് സെയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് സെയിം വന്നു എന്ന് നമുക്ക് ഒരിക്കൽ കൂടി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും റീവാലുവേഷൻ കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്താണ്, ആ ഫോട്ടോ കോപ്പി നമ്മൾ എടുത്ത് ചെക്ക് ചെയ്യാം. അതുകൊണ്ടാണ് പറയുന്നത്, റീവാലുവേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇനി അഥവാ സ്ക്രൂട്ടിനി കൊടുക്കുന്നുണ്ടെങ്കിലും സൂക്ഷ്മ പരിശോധനയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഫോട്ടോ കോപ്പിക്ക് കൂടി അപ്ലൈ ചെയ്യുക. ഓക്കെ, അതായിരിക്കും കുറച്ചും കൂടെ ഉചിതമായിട്ടുള്ള ഒരു ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒരു റീവാലുവേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിന് 500 രൂപയാണ്. അതുപോലെ സ്ക്രൂട്ടിനി ആണെങ്കിൽ ഒരു പേപ്പറിന് 100 രൂപയാണ്. അതുപോലെ ഫോട്ടോ കോപ്പി ആണെങ്കിൽ ഒരു പേപ്പറിന് 300 രൂപയാണ്. ഓക്കെ, അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, ഇത് പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഈ മാസം, അതായത് 2025 മെയ് മാസം 12-ാം തീയതിയാണ്. ഓക്കെ, ഇന്ന് 9-ാം തീയതിയായി. 12-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പൊ 10-11, അതായത് സെക്കൻഡ് സാറ്റർഡേ സൺഡേ. ഓക്കെ, 10-11 ആയി. സെക്കൻഡ് സാറ്റർഡേ സൺഡേ. പിന്നെ 12-ാം തീയതി എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ചയാണ്, ലാസ്റ്റ് ഡേറ്റ് ആണ്. ഓക്കെ, അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഡേറ്റ് ഇല്ല. അഡീഷണൽ പിന്നെ ചാർജ് വാങ്ങിക്കൊണ്ടുള്ള, ഫൈൻ വാങ്ങിക്കൊണ്ടുള്ള ഒരു ഡേറ്റ് ഒന്നും ഇല്ല. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ തിങ്കളാഴ്ച ഇതുവരെ കൊടുക്കാത്തവരും അതുപോലെ സംശയിച്ച് നിൽക്കുന്നവരും ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അത് രക്ഷിതാക്കളായാലും കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക, 12-ാം തീയതി തിങ്കളാഴ്ച ലാസ്റ്റ് ഡേറ്റ് ആണെന്നുള്ള ഓർമ്മ വേണം. അതിനനുസരിച്ച് നിങ്ങൾ ആക്ട് ചെയ്യുക. ഓക്കെ, ഫീസ് നിങ്ങൾ നേരിട്ട് അവിടെ കൊടുത്താൽ മതി. നിങ്ങൾ അപേക്ഷാ ഫോമും കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടും, സ്കൂളിൽ നിന്ന് കിട്ടും. നിങ്ങൾ നേരിട്ട് അവിടെ പോയാൽ മതി. ഞാൻ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതുക എന്നുള്ളത് ഉറപ്പിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതട്ടെ. തീർച്ചയായും ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പുതിയ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.